ഹിജാബിട്ട് സ്കൂളിൽ പോകണം എന്നുള്ളവർ വീട്ടിലിരുന്നാൽ മതി. കാരണം ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും നിർണായകമായ വിധികൾ പ്രഖ്യാപിച്ചിട്ടുള്ള അലഹബാദ് ഹൈക്കോടതി പറയുന്നു, ഹിജാബ് സ്കൂളിൽ ആവശ്യമില്ല. അത് ഭരണഘടനാപരമായി അനുവദനീയമല്ല. മതസ്വാതന്ത്ര്യത്തിന് ആചാരങ്ങൾ പാലിക്കാൻ അനുച്ഛേദം 25 നൽകുന്ന അവകാശങ്ങൾ ഹിജാബിൻ്റെ കാര്യത്തിൽ വിനിയോഗിക്കാൻ പറ്റില്ല. സംഘിക്കോടതി എന്ന് പറയും. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലാണ്, അലഹബാദ് ഹൈക്കോടതിയാണ്. പ്രയാഗ്രാജിലെ 11 വിദ്യാർത്ഥിനികൾ കൊടുത്ത കേസിലാണ് വിധി. അപ്പോൾ ജഡ്ജി ഉറപ്പായിട്ടും സംഘിയായിരിക്കുമല്ലോ. ഞാൻ ജഡ്ജിയുടെ പേര് പറയാം. ജഡ്ജിയുടെ പേര് ജെ മുനീർ. മുനീർ സംഘി. പിന്നെ കൂടെയുള്ള ഇന്ദ്രജിത് ഗുപ്ത. ഇവർ രണ്ടുപേരും ചേർന്ന് പുറപ്പെടുവിച്ച വിധിയിലാണ് പറയുന്നത്, ഹിജാബ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഭാഗമായ ആചാരമല്ല. അതുകൊണ്ട് സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അവർ സ്കൂളിൽ പറയുന്ന യൂണിഫോം തന്നെ ധരിക്കണം. അല്ലാതെ എൻ്റെ മതം, എൻ്റെ വിശ്വാസം, എനിക്കിത് പാലിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. സ്കൂളുകളിൽ അനുവർത്തിക്കേണ്ടത്, പാലിക്കേണ്ടത് സ്കൂളുകളിലെ യൂണിഫോമാണ്. നമ്മളിത് പറയുമ്പോൾ വലിയ പ്രസക്തിയുണ്ട്. കർണാടകയിൽ 2022 ഫെബ്രുവരി 5 കർണാടക ഹൈക്കോടതി ഹിജാബ് നിരോധിച്ചത് വലിയ വിവാദമായിരുന്നു. കേരളത്തിലാണെങ്കിലും ഹിജാബ് നിരോധനം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇവിടുത്തെ ഇടത് വലതു മുന്നണികൾ പെൺകുട്ടികളെ, മുസ്ലിം പെൺകുട്ടികളെ എല്ലാം ഹിജാബ് ഇടിയിച്ചേ പറ്റുള്ളൂ, പറ്റുമെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ പിള്ളേരും കൂടെ ഹിജാബ് ഇട്ടാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ പല സ്കൂളുകളിലും ഹിജാബ് ഇടണം എന്നതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈ സമീപകാലത്ത് പള്ളുരുത്തിയിലുണ്ടായി. പള്ളുരുത്തിയിലെ സെൻറ്റ് റീത്ത സ്കൂളിൽ ഹിജാബ് ഇടണം എന്ന് പറഞ്ഞ് ചെന്ന് പ്രശ്നമുണ്ടാക്കി. പലയിടത്തും പല സ്കൂളുകളിലും, ഹിന്ദു സ്കൂളുകളിൽ, ഭാരതീയ വിദ്യാഭവൻ്റെ സ്കൂളുകളിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് കൃത്യമായിട്ട് ഈ സ്കൂളിൽ യൂണിഫോം വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പാലിക്കുന്നവർ മാത്രം പഠിച്ചാൽ മതി. ഉടനെ പറയുന്നത് എന്താണ്? അത് ഞങ്ങളുടെ ഭരണഘടനാപരമായ മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് മുനീറിൻ്റെ ബെഞ്ച് പറയുന്നത് അങ്ങനെ ഒരു മൗലികാവകാശവും ഇല്ല. മൗലികാവകാശമൊക്കെ ഉണ്ട്, ആർട്ടിക്കിൾ 25 ഉണ്ട്. പക്ഷേ ഹിജാബ് എന്ന് പറയുന്ന സാധനം ധരിക്കാൻ സ്കൂളുകളിൽ ഈ മൗലികാവകാശം പ്രയോഗിക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാമിക വിശ്വാസത്തിൽ മൗലികാവകാശമില്ല. കർണാടകയിലെ ഈ കേസ് വന്നപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ കർണാടക ഹൈക്കോടതി പോയി. കർണാടക ഹൈക്കോടതി 2022 ഫെബ്രുവരിയിലാണ് ഹിജാബ് പ്രശ്നം ഉണ്ടാകുന്നത്. മാർച്ച് 15 കർണാടക ഹൈക്കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, ഹിജാബ് ഇസ്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമായ അനിവാര്യമായ ആചാരമല്ല. അതുകൊണ്ട് ഹിജാബ് ഇടുക എന്നതും മതാചാരത്തിൻ്റെ ഭാഗമായി കാണാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്, ഓരോ സ്കൂളുകൾ തീരുമാനിക്കുന്ന യൂണിഫോം കർശനമായി പാലിക്കണം. അത് പറഞ്ഞിട്ട് അത് അംഗീകരിച്ചിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് സ്കൂളുകളിൽ മതവേഷമിടണം എന്ന് പറഞ്ഞാൽ അനുവദിക്കാനാവില്ല. അതിനെതിരെ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതിയിൽ 2 ജഡ്ജിമാർ, ഹേമന്ത് ഗുപ്തയും സുധാൻഷു ധൂലിയ, 2 ജഡ്ജിമാരുടെ ബെഞ്ചിലാണ് വന്നത്. ഹേമന്ത് ഗുപ്ത പറഞ്ഞു, ഹിജാബ് ഒന്നും പറ്റത്തില്ല, ഹിജാബ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ ഭാഗമായി കണക്കാക്കാനാവില്ല, സ്കൂളുകളുടെ നിയമമാണ് പ്രധാനം എന്ന് പറഞ്ഞു. പക്ഷേ സുധാൻഷു ധൂലിയ അങ്ങനെയല്ല, ഹിജാബ് ഇട്ടോട്ടെ എന്ന് പറഞ്ഞു. തർക്കം വന്നു. ഇപ്പോൾ ആ കേസ് ചീഫ് ജസ്റ്റിസിൻ്റെ വിശാല ബെഞ്ചിൻ്റെ പരിഗണനയിൽ കിടക്കുകയാണ്. അതാണ് അവിടുത്തെ സ്ഥിതി. ഈ സ്റ്റാറ്റസാണ് രാജ്യത്തുള്ളത്. ഇതേ സമയത്താണ് ഇപ്പോൾ പ്രയാഗ്രാജിലെ ഈ 11 വിദ്യാർത്ഥിനികൾ ഞങ്ങൾക്ക് ഹിജാബ് വിലക്കിയ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ചെല്ലുന്നത്. അപ്പോൾ കോടതി പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാം പറഞ്ഞു. അപ്പോൾ കുട്ടികളുടെ വാദം എന്താണെന്ന് അറിയോ? ഞങ്ങൾ ഇതുവരെ ഹിജാബ് ഇട്ടിരുന്നു, ഈ സ്കൂളിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് അവർ നിയമപരിഷ്കരണം കൊണ്ടുവന്നിരിക്കുന്നു, റൂൾസ് ഭേദഗതി ചെയ്തിരിക്കുന്നു, യൂണിഫോം എന്ന് പറഞ്ഞാൽ ഹിജാബ് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് രസകരമായ നിരീക്ഷണമാണ്. അല്ല, നിങ്ങൾ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരിക്കാം, സ്കൂൾ മാനേജ്മെൻറ്റിന് അപ്പോൾ തോന്നി അങ്ങനെയെന്ന്. അവർക്ക് പിന്നീട് സ്കൂളിലെ ചട്ടങ്ങൾ പരിഷ്കരിക്കാൻ മാനേജ്മെൻറ്റിന് അവകാശമുണ്ട്. ഞങ്ങൾ ഇതുവരെ ഇട്ടിരുന്നു, അതുകൊണ്ട് നാളെയും ഇടണം എന്ന് പറയാനുള്ള ഒരവകാശം നിയമപരമായ അവകാശമല്ല. ഒരു സ്കൂളിന് എങ്ങനെയാണ് അവരുടെ സ്കൂൾ ഡിസിപ്ലിൻ, സ്കൂൾ യൂണിഫോം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം സ്കൂൾ മാനേജ്മെൻറ്റിനാണ്, സ്കൂൾ അധികൃതർക്കാണ്. അത് പാലിച്ചേ പറ്റൂ. ചട്ടങ്ങളിലും തീരുമാനങ്ങളിലും അത് കർശനമായി നടപ്പാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വളരെ കൗതുകരമായ ഒരു കാര്യമാണ്. കാരണം ഇത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, അല്ല
അപ്പോൾ ചന്ദനക്കുറിയിട്ട് വരുന്നതോ, കയ്യിൽ ചരട് കെട്ടി വരുന്നതോ, പൊട്ടുകുത്തി വരുന്നതോ, അതൊക്കെ മതപരമായ ആചാരത്തിൻ്റെ ഭാഗമല്ലേ? മതപരമായ ആചാരത്തിൻ്റെ ഭാഗമൊന്നുമില്ല. എല്ലാവരും ഹിന്ദു മതത്തിൽ ഇങ്ങനെ മതാചാരമൊന്നുമില്ല. എല്ലാവരും ചന്ദനക്കുറി തൊട്ടിരിക്കണം, എല്ലാവരും കയ്യിൽ ചരട് കെട്ടിയിരിക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ യൂണിഫോം എന്ന് പറയുമ്പോൾ വേഷം, അത് ഒരു സ്കൂളിൽ എല്ലാവരും ഒരുപോലെ സ്കൂളിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. കയ്യിലൊരു ചരട് കെട്ടി എന്നതുകൊണ്ട് അത് യൂണിഫോമിനെ ബാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ വാച്ച് കെട്ടാൻ പാടില്ലല്ലോ. കാരണം ഓരോരുത്തരുടെ കയ്യിലുള്ള വാച്ചും പല കളറിലായിരിക്കും. അതുകൊണ്ട് പല കളറുള്ള വാച്ച് കെട്ടാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ ആയിരിക്കും പല കളറുള്ള ചരട് കെട്ടാൻ പാടില്ല എന്ന് പറയുന്നത്. ഇനി ചന്ദനക്കുറി തൊടുന്നുണ്ട്, പൊട്ട് കുത്തുന്നുണ്ട്, അതിനിപ്പോൾ എന്താ? അത് യൂണിഫോമിനെ എങ്ങനെയാണ് ലംഘിക്കുന്നത്? യൂണിഫോമിൻ്റെ ഭാഗം, യൂണിഫോം എന്ന് പറയുന്ന വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണ്. ഒരാൾ കഴുത്തിൽ ഒരു കുരിശുമാല ഇട്ടാൽ അത് യൂണിഫോമിൻ്റെ ഭാഗമല്ല. കുരിശുമാല മറ്റൊരു ഓർണമെൻറ്റിൻ്റെ ഭാഗം. ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങൾ ഇടരുത് എന്ന് പറയുന്ന സ്കൂളുകളുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഈ ഹലാൽ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഹലാൽ ഭക്ഷണം മതം പറയുന്നതാണ്. മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് ഭക്ഷണത്തിൻ്റെ പേരിൽ പോലും മതം കൊണ്ടുവരുന്നതാണ് ഹലാൽ എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അപകടം നമുക്കറിയാമല്ലോ. ഹലാലുള്ള ഹോട്ടൽ, ഹലാൽ ബോർഡുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ അവിടെ കയറുള്ളൂ. 2 ഹോട്ടലുകൾ, ഒന്ന് ഹലാൽ ബോർഡുണ്ട്, ഒന്ന് ഹലാൽ ബോർഡില്ല എങ്കിൽ ഹലാൽ എന്നുള്ള ബോർഡ് വെച്ചാൽ മുസ്ലിങ്ങൾ അവിടെ പോയി കയറും. അപ്പോൾ മതം നോക്കി ഭക്ഷണം കൊടുക്കലാണ്. ഇനി ഹലാൽ വിളമ്പുന്ന ഹോട്ടലുകളിലെ ആരാണ്? അതും മുസ്ലിങ്ങളായിരിക്കും. ഹലാൽ വിളമ്പുന്ന മാംസം ആരറുത്തതായിരിക്കും? അതും മുസ്ലിങ്ങളായിരിക്കും. അപ്പോൾ ഇറച്ചി വെട്ടുന്നതിൽ കുശരിക്കാർ, പിന്നെ ഹോട്ടൽ നടത്തിപ്പ് എല്ലാം മുസ്ലിമുകളുടെ മാത്രമായി ഒതുങ്ങുന്ന മതപരമായി ഭക്ഷണത്തെ മാറ്റുന്നതിൻ്റെ ഭാഗമാണ് ഈ ഹലാൽ. അതിനെതിരെ പറഞ്ഞാൽ ഉടനെ ചോദിക്കുന്നത് അറിയോ? അല്ല, അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടൽസ് നടത്തുന്നില്ലേ? വെജിറ്റേറിയൻ ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ ആണോ? വെജിറ്റേറിയൻ കൾച്ചർ ലോകത്തെമ്പാടുമുള്ളൊരു കൾച്ചറാണ്. ഹിന്ദുക്കൾ മാത്രമല്ല, സായിപ്പും വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ട്. എത്രയോ രാജ്യങ്ങളിൽ ഈ വെഗീസ് എന്ന് പറയുന്നത് ഒരു ലോകത്തെമ്പാടുമുള്ള ഒരു ട്രെൻഡാണ്. ഈ മൃഗങ്ങളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയുന്ന ആളുകളുടെ ഒരു മൂവ്മെൻറ്റ് തന്നെയുണ്ട്. അപ്പോൾ അതിനാണ് ഇവിടെ മറുപടി പറയുന്നത്. അതുപോലെയാണ് ചന്ദനക്കുറി തൊടുന്നില്ലേ, പൊട്ട് കുത്തുന്നില്ലേ, കയ്യിൽ ചരട് കെട്ടുന്നില്ലേ, ഇതൊക്കെ യൂണിഫോമിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തടി തപ്പാൻ ശ്രമിക്കും. ഏതായാലും വളരെ നിർണായകമായ ഒരു വിധിയാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. രാജ്യത്തെ പല ഹൈക്കോടതികളും ഇത് പരിശോധിച്ചു. രാജ്യത്തെ ഇപ്പോൾ കർണാടകയിലാണെങ്കിലും അലഹബാദിലാണെങ്കിലും ഒക്കെ ഇത് പരിശോധിച്ച കോടതികളൊക്കെ കണ്ടെത്തിയത് ഇത് ഇസ്ലാം മതത്തിൻ്റെ ഭാഗമല്ല, മുസ്ലിമായ ജഡ്ജിയാണ് കണ്ടെത്തിയത്. വിശ്വാസിയായ ദീനിയായ ജഡ്ജിയാണ് ഈ നിഗമനത്തിലെത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപ്പോൾ ഇത് സുപ്രീം കോടതിയിൽ എത്തുമ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം വരാൻ സാധ്യതയില്ല. കാരണം സുപ്രീം കോടതി ജഡ്ജിയും ഹൈക്കോടതി ജഡ്ജിയൊക്കെ ഒരേ നിയമം പഠിച്ച്, ഒരേ ഭരണഘടന പഠിച്ച്, ഒരേ തരത്തിൽ നിയമം വ്യാഖ്യാനിക്കുന്നവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഹിജാബ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ധരിക്കാം, പക്ഷേ സ്കൂളുകളിൽ അത് വേണ്ട എന്ന് സ്കൂൾ തീരുമാനിച്ചാൽ അത് വേണ്ട എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെയാണ് വിധി വന്നത്. ഇന്ന് നബിദിനമാണ്. നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നബിദിനം പോലും ആചരിക്കാൻ പാടില്ല, ആഘോഷിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം വിഭാഗങ്ങളുണ്ട്. നബിദിനം ആഘോഷിക്കാൻ പാടുള്ളതല്ല. കാരണം ഇസ്ലാമിൽ അങ്ങനെ ഒരാളുടെ പേരിൽ ആഘോഷങ്ങളും ഒന്നും നടത്താൻ പാടില്ല എന്നൊരു വിശ്വാസമുള്ള ആളുകളുണ്ട്. അതേക്കുറിച്ച് പോലും തർക്കമുണ്ട്. ഇസ്ലാമിൽ ഇങ്ങനെ തർക്കമില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിലെ 2 പ്രബല വിഭാഗങ്ങൾ ഷിയകളും സുന്നികളുമായിട്ട് ഇങ്ങനെ തല്ലി കൊന്നു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാഖ് യുദ്ധം എന്തായിരുന്നു? സൗദി അറേബ്യയോടും UAE ഇറാനുള്ള പ്രശ്നം എന്താണ്? മതമാണ്. സുന്നിയും ഷിയയും തമ്മിലുള്ള പ്രശ്നമാണ്. പണ്ടൊരു കാർട്ടൂൺ കണ്ടു. അവസാനത്തെ മുസ്ലിം ഒരാൾ മാത്രമാകുമ്പോൾ അയാൾ കയ്യിലും കാലിലും വാൾ പിടിപ്പിച്ച് കൈയും കാലും തമ്മിൽ വെട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നൊരു കാർട്ടൂണുണ്ട്. വളരെ പ്രസിദ്ധമായൊരു കാർട്ടൂണാണ്. കാരണം ഇസ്ലാമിന് ആയുധമില്ലാതെ പറ്റില്ല. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇസ്ലാമിൻ്റെ ചരിത്രം ഉടനീളം എടുത്താൽ അതിൽ പറയുന്നത് മുഴുവൻ ബലപ്രയോഗവും ആയുധമെടുക്കലും അധികാരം സ്ഥാപിക്കലുമാണ്. ഇസ്ലാം എന്ന് പറയുന്നത്, അല്ലെ ഖുറാൻ എന്ന് പറയുന്നത്, ഒരു മതഗ്രന്ഥത്തിലുപരി ഒരു ഭരണഘടനയാണ്. ഇസ്ലാം എങ്ങനെ ജീവിക്കണം, ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, ഒരു ഇസ്ലാമിക രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഭരണഘടനയാണ് ഖുറാൻ എന്ന് പലരും പറയാറുണ്ട്. ശരിയാണ്. ഞാൻ നോക്കിയപ്പോൾ ഭഗവത്ഗീതയിൽ രാജ്യം എങ്ങനെ ഭരിക്കണം, ഒരു ഹിന്ദു എങ്ങനെ ജീവിക്കണം എന്നൊന്നുമല്ല. എല്ലാ മനുഷ്യർക്കും മോക്ഷം കിട്ടാൻ എന്ത് ചെയ്യണം എന്നാണ് ഹിന്ദുവിൻ്റെ വേദപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത്.
ബൈബിളും ഈ പറയുന്ന പോലെ എല്ലാ ക്രിസ്ത്യൻ രാജ്യം എങ്ങനെ സ്ഥാപിക്കാം എന്നല്ല ബൈബിളും പഠിപ്പിക്കുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഏതായാലും ഈ വളരെ നിർണായകമായ ഒരു വിധി ഹിജാബിൻ്റെ കാര്യത്തിൽ അലഹബാദ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഞാൻ കരുതുന്നു ഇത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന നിർണായകമായ വിധിയുടെ ഇതേ തരത്തിലുള്ള ഒരു വിധി തന്നെ ആവണം സുപ്രീം കോടതിയിൽ നിന്നും വരാൻ പോകുന്നത്. കാരണം പല തട്ടിൽ, പല ലെവലിൽ, പല സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികൾ ഇത് കീറി പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിക്കുന്ന ബെഞ്ചുകളിൽ മുസ്ലിം സമുദായത്തിൽ ജനിച്ച ജഡ്ജിമാരെ പോലും ഉൾപ്പെടുത്തിയിട്ടാണ് ഹൈക്കോടതികൾ ഈ കേസുകൾ പരിശോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ജഡ്ജിമാർക്ക് ബോധ്യമാകാത്ത എന്ത് കാര്യമാണ് ഇസ്ലാമിക ചര്യയുടെ ഭാഗമായിട്ടുള്ളതെന്ന് ഇവിടുത്തെ ഹിജാബ് പ്രേമികൾ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഹിജാബ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല, മുടി പുറത്ത് കാണിക്കാൻ പാടില്ല, പാടാൻ പാടില്ല, ആടാൻ പാടില്ല, ഓണം ആഘോഷിക്കരുത് എന്നൊക്കെ പറയുന്ന ഉസ്താദുമാർക്കിട്ട് പണി കൊടുത്ത് ഹിജാബ് ഇട്ട പെൺകുട്ടികൾ ആടിത്തകർത്ത് ഓണം ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പണ്ഡിതനുണ്ട്. അയാളുടെ പേരൊന്നും എൻ്റെ വായിക്കൊള്ളൂല, നമുക്കൊന്നും പരിചയമില്ലാത്ത പേരാണ്. അതുകൊണ്ട് ആ പേര് പറഞ്ഞ് നാക്കുകൊടുക്കാനുള്ള ശ്രമമൊന്നും ഞാൻ നടത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ പക വീട്ടാൻ വേണ്ടി കുട്ടികളെല്ലാം തെരുവിലിറങ്ങി ഡാൻസ് കളിക്കുകയാണെന്ന് കണക്കായിപ്പോയി. അങ്ങനെ വരും, അങ്ങനെ തന്നെ വേണം. ഏതായാലും ഹിജാബ് നിരോധനം ശരിയാണ് എന്ന് ഇന്ത്യയിലെ ഒരു ഹൈക്കോടതി കൂടെ പറഞ്ഞിരിക്കുന്നു. മുസ്ലിം പെൺകുട്ടികൾ അവരും മറ്റ് കുട്ടികളെ പോലെ, ലോകത്തെമ്പാടുമുള്ള പെൺകുട്ടികളെ പോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കട്ടെ. മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ എന്തിനാണ് അവരെ തളച്ചിടുന്നത്? എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ഏതായാലും ഓണത്തിൻ്റെ തിരക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ അതുകൊണ്ട് വീഡിയോകളുടെ എണ്ണമൊക്കെ അത് കുറച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ആഘോഷത്തിൻ്റെ മൂഡിലാണ്. നിങ്ങളുടെ യാത്രകൾ നടക്കട്ടെ, നിങ്ങളുടെ ഒത്തുചേരലുകൾ നടക്കട്ടെ, നിങ്ങളുടെ ഓണാഘോഷം ഗംഭീരമാവട്ടെ. അതിനുശേഷം നമുക്ക് കൂടുതൽ വീഡിയോകൾ, നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോകൾ മാത്രമേ ഈ ദിവസങ്ങളിൽ വിടുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എണ്ണം വല്ലാതെ കുറച്ചു, 4-5 വീഡിയോ ഒക്കെ നമ്മൾ ഒരു ദിവസം വിടുന്നുള്ളൂ. ഏതായാലും തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ചില പ്രത്യേക വീഡിയോകൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യ ലൈവിൻ്റെ കൂടെ നിൽക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നിങ്ങളുടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഓണസമ്മാനം തരണം. ആ ഓണസമ്മാനം എന്ന് പറയുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് ഞങ്ങൾക്കുള്ള ഓണസമ്മാനമാണ്.